അടിഭാഗമൊക്കെ നല്ല തീരെ കരിഞ്ഞു പോകുന്നും ചെയ്തിട്ടില്ല, നല്ലൊരു കാപ്പി കളറായി കിട്ടുകയും ചെയ്തിക്കണ്. അതുപോലെ തന്നെ സൈഡൊക്കെ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആണ് കേട്ടാ. അപ്പൊ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സാധനങ്ങളൊന്നും കിട്ടാതെ ആയപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എങ്ങനെ ഞാൻ യൂട്യൂബൊക്കെ ഒന്നും ഇടാൻ എനിക്ക് കഴിയൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് തോന്നി വേണ്ട, ഞാൻ എന്താ ചെയ്യണേ, അതുപോലെ ഇനിയിപ്പോ എന്നെ പോലെ ഇല്ലാത്ത വീട്ടുകാരെ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോലും കൂടി ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ വീഡിയോ എടുക്കാന്ന് അങ്ങോട്ട് വിചാരിച്ചാട്ടോ. അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ഇത്രയും അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കേക്ക് കിട്ടിയതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും നമുക്ക് ഈ ഒരു വെറൈറ്റി കേക്ക് എങ്ങനെ ഉണ്ടാക്കണേന്നും ഇതിലെന്തൊക്കെ ചേർക്കണേന്നും ഒക്കെ നോക്കാം. ഇന്നെ പോലുള്ള സാധാരണക്കാരുള്ള വീട്ടിലുള്ള ഉമ്മമാർക്കൊക്കെ ഇത് നല്ലൊരു യൂസ്ഫുൾ ആകും. അപ്പൊ ഇതാ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങട്ടോ. അപ്പൊ ഇതാ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ മൈദപ്പൊടി ഒന്നും ഇല്ലാന്ന്. അപ്പൊ ഞാൻ ഇന്നെ പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടാ ഈ ഒരു ഗോതമ്പൊടി ഞാൻ കാണിക്കണത്. ഞാനിതാ ഒരു ഗ്ലാസ് ഗോതമ്പൊടി വെച്ച് കണ്ടാണ് ചെയ്യണത്. അപ്പൊ ഇതാ ഒരു ഗ്ലാസ് ഗോതമ്പൊടിക്ക് നമുക്ക് വേണ്ടത് എന്താ വെച്ചാല് ഇതാ ഒരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഇനിയിപ്പോ നിങ്ങളെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. അതൊരു 3/4 ടേബിൾ സ്പൂണോട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡന്റെ അളവ് കുറച്ചെടുക്കുക. ഒരു 1/4 ടേബിൾ സ്പൂണേ ബേക്കിംഗ് സോഡ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. രണ്ടും കൂടി ഉണ്ടാകുമ്പോൾ അങ്ങനെ. ഇനിയിപ്പോ എന്റെ അടുത്ത് ബേക്കിംഗ് പൗഡർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ബേക്കിംഗ് സോഡ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ടത്. അപ്പൊ 1/2 ടേബിൾ സ്പൂൺ ഒക്കെ ഇടുമ്പോ എന്താന്ന് വെച്ചാല് ബേക്കിംഗ് പൗഡർ ഇല്ലാത്തതിനുള്ള ആ ഒരു ഇതും കൂടി ആയി കിട്ടും കേട്ടോ. അപ്പൊ അതാ ഞാൻ നല്ല പോലെ ഒന്ന് അരിച്ചെടുത്തിക്കണേ. നല്ല ഫ്രഷ് ഗോതമ്പൊടി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം നമ്മളെ കേക്ക് നല്ല സോഫ്റ്റും നിങ്ങൾ കണ്ടില്ലേ കേക്ക് അതുപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ഗോതമ്പൊടി ആവും വേണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ പിന്നെ ഞാൻ അതിൽ കിട്ടുന്നില്ലേ ബേക്കിംഗ് സോഡ അതും കൂടെ നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് കഴിയും സമയമൊക്കെ ഉണ്ടെന്നെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുത്താൽ അത്രയും നന്നിട്ടാ. അപ്പൊ ഞാൻ 3 പ്രാവശ്യം ഒന്നും അരിച്ചെടുത്തില്ല, ഞാൻ ഒറ്റ പ്രാവശ്യം അരിച്ചെടുത്തതിന് ടീസ്പൂൺ കൊണ്ട് ഞാൻ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിന് കേട്ടാ. അപ്പൊ ആ പൊടി അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു ബാറ്റർ റെഡിയാക്കണം. അപ്പൊ ഞാനിത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ 2 നേന്ത്രപ്പഴം, 2 അല്ല 3 ഉണ്ട് കേട്ടോ ഇവിടെ നേന്ത്രപ്പഴം. അപ്പൊ അത് വെച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് കേക്കാണ് കേട്ടാ. അപ്പൊ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഒരു കാ കപ്പോളം തേങ്ങ എടുത്തിരുന്നു കേട്ടാ. ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനമാണ് തേങ്ങ. അപ്പൊ നിങ്ങൾ തേങ്ങ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ പഴം ഉണ്ടല്ലോ, പഴം അത്യാവശ്യം നല്ലോണം പഴുത്തേന് കേട്ടോ. അതും ആ ഒരു ഇതിക്ക് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അത്യാവശ്യം ഇതിൽ തന്നെയാണ് കട്ട് ചെയ്തത്. അതിന്റെ ആവശ്യമില്ലല്ലോ, ചെറുതാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിത് മിക്സിന്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് കറക്കുണ്ടല്ലോ. അപ്പൊ ഇതാ ഇനി ഞാൻ പറഞ്ഞില്ലേ ഇതിക്ക് ഒരു 3 മുട്ടൊക്കെ വേണം, പക്ഷെ 3 മുട്ട ഇല്ല. അപ്പൊ 2 മുട്ടയേ ഉള്ളൂ. അപ്പൊ ഈ 2 മുട്ട വെച്ചാണ്ട് നമുക്ക് നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കി എടുക്കട്ടോ. അപ്പൊ ഞാനൊരു മിക്സിയിൽ ജാറെടുത്തുകാണ്ട് അതിക്ക് എന്താ ചെയ്തെന്ന് വെച്ചാൽ 2 കോഴിമുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് ഇനി ഞാൻ ഈ 2 മുട്ടയിന്ന് 1 മുട്ടക്ക് പകരം എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഇതിലേക്ക് കുറച്ച് പാല് ചേർക്കാണ് കേട്ടോ. പശുവും പാല് ചേർത്ത് കൊടുക്കാണ്. പശുവും പാലൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർക്കുക. ഇനി ഫ്രിഡ്ജിൽ നിന്നൊന്നും എടുത്ത അന്നേരം തന്നെ ആ ഒരു ഐസായിട്ടുള്ള പാലൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പൊ നമ്മളെ കേക്ക് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പൊ ഞാനെന്റെ ഫ്രിഡ്ജിൽ ഏതായാലും പാലുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ 2 മണിക്കൂർ മുമ്പ് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചറുള്ള പാലാക്കി മാറ്റിന് കേട്ടാ. പിന്നെ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത്. പഞ്ചസാരന്റെ അളവ് എന്ന് പറഞ്ഞാൽ 1 കപ്പ് ഗോതമ്പൊടിക്ക് 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് കേട്ടാ. പൊടിച്ച പഞ്ചസാര ഒന്നല്ല, നല്ല കല്ലും പോലുള്ള പഞ്ചസാരയാണ്. അപ്പൊ ഞാൻ നമ്മളാ പൊടി എടുത്തിന് ഗ്ലാസ്സിൽ ഒക്കെ 1 ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കട്ടാ. മെഷർമെന്റ് കറക്റ്റ് ആയെങ്കിൽ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ, നല്ല ടേസ്റ്റ് ആയിട്ടും കിട്ടുള്ളൂ. അപ്പൊ ഇനി ഏത് ഓയിലും ഏത് റിഫൈൻഡ് ഓയിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാനിത് സൺഫ്ലവർ ഓയിൽ ഒന്നുമില്ല, നമ്മളെ സാധാ കട്ടിക്കൻ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ വാനില എസൻസ് ഒന്നും ഇവിടെ ഇല്ലാന്ന്. അപ്പൊ വാനില എസൻസ് ഉള്ള ആരും ഇനി കേക്ക് ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏലക്കായ്പ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താ വെച്ചാല് പാലാണ്. ഇനിയിപ്പോ നിങ്ങളെ ഒരു 2-3 ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ചു കൊടുത്തേന് കേട്ടാ. ഇനി നിങ്ങളടുത്ത് പാലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ, കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒരു മുട്ട ഒഴിവാക്കിയിട്ട് 4 മുട്ട ചേർക്കേണ്ടടുത്ത് 3 മുട്ട, അതിന് പകരം പാലുണ്ടെങ്കിൽ പാല് ചേർക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, കുറച്ച് ചൂടുവെള്ളം. അതൊക്കെയാണ് നമ്മള് കേക്ക് ഏറ്റവും കൂടുതൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു മാർഗം. നമ്മൾ നേരത്തെ നല്ലോണം മിക്സ് ചെയ്ത് വെച്ച പൊടി ഉണ്ടല്ലോ, അത് പകുതിയായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ.
ഇതുപോലെ ഇങ്ങനെ ഒരേ ഭാഗത്തേക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്തെടുക്കട്ടാ. അപ്പൊ നമ്മൾ ഈ ഒരു ബാറ്ററി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഏത് രീതിയിൽ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ആ കേക്ക് ബാറ്ററി ഒരുപാട് അങ്ങോട്ട് തിക്കാവരുത്, എന്നാൽ ഒരുപാട് അങ്ങോട്ട് ലൂസും ആവരുത്. ആ ഒരു കൺസിസ്റ്റൻസിൽ ചെയ്യുമ്പോഴാണ് നമ്മളെ കേക്ക് നല്ല അടിപൊളി കേക്കായിട്ട് കിട്ടട്ടാ. അപ്പൊ ഞാൻ കുറച്ചും കൂടെ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ബാറ്ററിന്റെ ആ ഒരു കൺസിസ്റ്റൻസി ഞങ്ങൾ കാണിച്ചു തരാം. ആ ഒരു രീതിയിൽ തന്നെ ഞങ്ങൾ കേക്ക് ബാറ്റർ ഉണ്ടാക്കി എടുക്കണം കേട്ടോ. ഒരുപാട് ആളുകൾ നമുക്ക് കമന്റ് ചെയ്യാറുണ്ട്, ഞാനിപ്പോ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കിയാൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവും, ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കേക്ക് ഉണ്ടാവും, പക്ഷെ ഇന്റത് വേറെ എന്തെങ്കിലുമൊക്കെ ആവും എന്നൊക്കെ. അതൊന്നും ആവൂല, നല്ല കേക്ക് തന്നെ ആവും. പക്ഷെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെഷർമെന്റ് കറക്റ്റ് ആവുക എന്നുള്ളതാണ് കേക്ക്. വേറെ ഏതും സാധനം പോലെ അല്ല കേട്ടോ, നമ്മളെ കേക്കിന് നല്ലോണം മെഷർമെന്റ് കറക്റ്റ് ആവും വേണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളെ വീടിന്റെ അകത്തുള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഇപ്പൊ ഞാൻ മൈദപ്പൊടിയൊക്കെ വെച്ച് അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ വന്ന, അപ്പൊ മൈദപ്പൊടി ഇല്ല, വാനില എസൻസ് ഇല്ല, മുട്ട ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ അതിനേക്കാളും നല്ല അടിപൊളി കേക്കാക്കി മാറ്റിയില്ലേ. അപ്പൊ അതുപോലൊക്കെ ചെയ്യാട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലോ ഒന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന് ബീറ്ററൊന്നും ആവശ്യം വന്നിട്ടില്ലല്ലോ. അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് കുക്കറിലോ വല്ല ചായപാത്രത്തിലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കട്ടാം. അപ്പൊ ഞാൻ കുക്കറിൽ കുറച്ച് ഓയിൽ ആദ്യം സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ കൊണ്ട് ഒഴിച്ചെടുത്താലും കിട്ടുക ചെയ്യും. പക്ഷെ ഞാൻ ബട്ടർ പേപ്പർ വെക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ടിൻ ടിൻ ടിന്നുള്ള ഒരു 3-4 കൊട്ടും കൂടെ അങ്ങോട്ട് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാ, ഈ കുക്കറിന്റെ ഈ വിസിലുണ്ടല്ലോ, വിസിലൊക്കെ അങ്ങോട്ട് ഊരിയതിന് ശേഷം ഇതുപോലെ നല്ലോണം ഇവിടെ അമർത്തി കൊടുത്തിട്ട് മൂടി വെക്കുക. അപ്പോഴത്തേന് അതിനൊക്കെ മുമ്പായിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിക്കണേ, ഗ്യാസ് സ്റ്റൗവില് നല്ലോണം പഴയ ഒരു ദോശക്കല്ലുണ്ട് മൂലൊക്കെ കിടക്കണ്. ആ മൂലൊക്കെ കിടക്കുന്ന ദോശക്കല്ല് എടുത്തുകൊണ്ട് നല്ലോണം അങ്ങോട്ട് ഒരു ഏകദേശം ഒരു 5 മിനിറ്റോളം നല്ലോണം ഹൈ ഫ്ലെയിമിൽ, 5 ഉണ്ടാവില്ല, ഒരു 3 അത്രയ്ക്ക് ഉണ്ടാവില്ല. ക്ലോക്കിൽ സമയം നോക്കിയിട്ടില്ല കേട്ടോ, ഞാനെന്ത് അതൊന്നും നോക്കിയില്ല, പക്ഷെ ഒരു ഏകദേശം പറഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ 5 മിനിറ്റ് ഒന്നും ചെയ്യണ്ട. എനിക്ക് ഏകദേശം തോന്നുന്നത് ഒരു 3 മിനിറ്റ് ഒക്കെ നല്ലോണം ഹൈ ഫ്ലെയിമിൽ കത്തിയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. ഏതായാലും നിങ്ങളെ കല്ല് നല്ലോണം പഴുക്കണ വരെ നിങ്ങളൊന്ന് കത്തിക്കുക. അതല്ല ഇനി എന്തെങ്കിലുമൊക്കെ പഴയ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, തട്ട്, അതൊക്കെ പറ്റൂട്ടാ. എന്നിട്ട് എന്ത് ചെയ്യാ, പിന്നെ നമ്മൾ ഈ കുക്കർ അങ്ങോട്ട് വെക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ടൊരു ഏകദേശം ഒരു 30-35 മിനിറ്റോളം നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം കേട്ടാ. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു റെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇതൊന്നും വിചാരിക്കണ്ട, റെസ്റ്റ് ചെയ്യാനൊന്നും സമയമില്ല. കാരണം നമുക്ക് ഈ ഒരു സമയം കൊണ്ട് ആ ഒരു കേക്ക് ഒരു 15 മിനിറ്റോളം ബേക്കാണ് സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതിക്ക് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു 3 പഴം ഉണ്ടായിരുന്നു, 2 നമുക്ക് മിക്സിന്റെ ജാറിലിട്ട് അടിച്ചു. ഇനി 1 ബാക്കിയുണ്ട്. ഈ ബാക്കിയുള്ള കായിന്ന് ഒരു പകുതിയോളം ഒന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇങ്ങനൊരു ചട്ടി വെച്ചെടുക്കുക. ഇങ്ങനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ, അത്ര ഒന്നും വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ കോര ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് പിന്നെ കരിഞ്ചീരകം ഇട്ട് കൊടുക്കട്ടെ. അതാ ഒരു 1/4 ടേബിൾ സ്പൂണോളം കരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കരിഞ്ചീരകമൊക്കെ നമ്മളെ കേക്കിന് നല്ലൊരു ഭംഗിയും അതുപോലെ തന്നെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. കേക്ക് ഉണ്ടാക്കുമ്പോൾ ആ ഒരു കരിഞ്ചീരകം ഒന്നും ഇടലില്ല, പക്ഷെ നമ്മൾ കേക്ക് കടിക്കുന്ന സമയത്ത് ഈ ഒരു കരിഞ്ചീരകം കൂടെ കടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ ഇതാ കരിഞ്ചീരകം നല്ല പോലെ പൊട്ടി പൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ചിന് ഇതുണ്ടല്ലോ പഴം, ആ പഴം കൂടി ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് വാട്ടി ചളിപിളി ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ, ഒന്നിങ്ങനെ വാട്ടി അത്രേ ഉള്ളൂ. അപ്പൊ ഞാനിതൊന്നും ഇങ്ങനെ മറിച്ചൊക്കെ ഇട്ടെടുക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നല്ലോണം ഇളക്കിയാൽ മതി കേട്ടാ. ഇളക്കി ചക്കക്കൂട്ടാൻ കൊടുക്കണ പോലെ ഒടയരുത്. കാരണം നമ്മളെ പഴം നല്ല പഴുത്തതൊക്കെ ആണെങ്കിൽ അത് വേഗം ചക്കക്കൂട്ടാൻ ഒടിയണ പോലെ ഒടിയും. അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ച ആ ഒരു ഭംഗി നമ്മളെ കേക്കിന് കിട്ടൂല, ഒന്നും ഉണ്ടാവില്ല കേട്ടാ. അപ്പൊ ഞാൻ തീയൊക്കെ കൂട്ടി വെച്ചിന്, അതൊക്കെ ഇപ്പൊ കുറച്ച് വെച്ചാണ്. കാരണം എന്താ വെച്ചാല് ആ ഒരു ഇതുണ്ടല്ലോ കരിഞ്ചീരകം, ആ കരിഞ്ചീരകമൊക്കെ ഇങ്ങനെ കരിഞ്ഞി പോയി. അപ്പൊ അതിന്റെ ആ ഒരു കരിഞ്ചീരകം നമുക്ക് ശരീരത്തിന് ഒരുപാട് നല്ലൊരു ഇതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കരിഞ്ചീരകം ഒരുപാട് കരിച്ചെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കത്തിച്ചെടുക്കുന്നു കേട്ടോ. ഈ ഓഫ് ചെയ്തിട്ടില്ല, ഒന്ന് കുറച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇതുപോലെ ഇങ്ങോട്ട് കയറ്റി വെച്ചാൽ അതിലുള്ള എണ്ണൊക്കെ അങ്ങോട്ട് ഇറങ്ങി പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് ഒരു പ്ലേറ്റൊക്കെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പൊ ഒരു 5 മിനിറ്റ് ഒക്കെ, ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. വാവ്,
അല്ലേ? ചെറിയ കുട്ടികളൊക്കെ പറഞ്ഞ പോലെ ചിലരൊക്കെ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു അത്ഭുതം കാണുമ്പോൾ വാവ് എന്ന് പറഞ്ഞ മാതിരി വാവ് എന്ന് തന്നെ പറയണം. അത്രക്കും നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടാവും. പക്ഷെ 15 മിനിറ്റ് കഴിയാതെ നിങ്ങളിത് തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കേക്ക് കുഴിഞ്ഞു പോകട്ടോ. ഒരിക്കലും തുറക്കരുതേ. അങ്ങനെ 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു, തുറന്നു. ഇപ്പതാ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഏകദേശം വേവായിട്ടുണ്ട്. ഇനിയൊരു 15 മിനിറ്റും കൂടെ ഒക്കെ കുക്ക് ആവണം. അപ്പോഴത് നല്ല ശരിക്കും ഉൾഭാഗമൊക്കെ നല്ലോണം വേവുള്ളൂ. അപ്പൊ ഇത് നല്ലോണം പൊങ്ങിയൊക്കെ വന്നു കേട്ടോ. കണ്ടാൽ തന്നെ അറിയാം നല്ല സ്പോഞ്ച് കേക്കാണെന്നുള്ളത്. ഏതായാലും ഇതാ ഞാൻ നമ്മളാ വാട്ടിച്ചിനെ പഴം കരിഞ്ചീരകൊക്കെ ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചെടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പകുതി വേവിൽ വെച്ചെടുക്കണം, അപ്പോഴേ ഇതിൽ ഒട്ടി പിടിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്തും പിടിക്കുന്ന സമയത്തൊക്കെ പഴം വേറെ വയ്ക്കുമ്പോൾ നമ്മളെ കേക്ക് വേറെ വയ്ക്കുമ്പോൾ കേട്ടോ. അപ്പൊ നമ്മളെ പഴയ ഇതിമേൽക്ക് ഒട്ടി പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റിൽ കുറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കേക്ക് തുറന്നാല് നിങ്ങളെ കേക്ക് കൊഴിഞ്ഞു പോകും. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഒരു 15 മിനിറ്റ് കഴിയാൻ കാത്തിക്കണം കേട്ടോ. 15-18 മിനിറ്റ് ഒക്കെ കഴിഞ്ഞോട്ടെ. എന്നിട്ട് ഇതുപോലെ തുറന്നു വെച്ചിട്ട് മൂടി വെച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു 15-18 മിനിറ്റ്, ഒരു 30-35 മിനിറ്റ് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരുപാട് ഈ ഇതുവരെ ഉണ്ടായ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകുക, അങ്ങനെയൊക്കെ ചെയ്യാലോ. അപ്പതാ ഇനി ഒന്നും കൂടി വാവൊന്ന് പറയേണ്ട ഒരു അവസ്ഥയൊക്കെ എത്തിക്കണം കേട്ടോ. അത്രക്കും ഭംഗിയുണ്ട് കാണാൻ. കണ്ടില്ലേ? കുക്കറിന്റെ പകുതി മുക്കാലും കേക്കാ. കണ്ടില്ലേ? ഒരു ഗ്ലാസ്, ഒറ്റ ഗ്ലാസ്സിലെ ഗോതമ്പ് പൊടിയും 2 മുട്ടയും 2 നേന്ത്രപ്പഴം. ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. കാരണം അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തതിന് ഒരിക്കലും നമ്മളെടുത്ത് ആ കേക്കിനുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിരുന്നല്ലോ അല്ലേ? അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വെന്തുകണോ നോക്കണം എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്കോ അതല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് പപ്പട കോലൊക്കെ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാല് ആ പപ്പട കോലുമേൽ ഒന്നും ഉണ്ടാവില്ല. നല്ല വൃത്തിയായിട്ട് ഫിനിഷായി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കേക്ക് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മളിങ്ങനെ കേക്ക് ഉണ്ടാക്കണല്ലോ ഇടക്കിടക്ക്. പിന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അതാ ഞാനൊരു പ്ലേറ്റിക്ക് ഇതാക്കിയിട്ടിങ്ങനെ അതിന്റെ ആ ഒരു ബട്ടർ പേപ്പർ ഒക്കെ റിമൂവ് ചെയ്ത് കണ്ടില്ല. അടിപൊളി കേക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റ് കേക്കാണ്. നല്ല ഭംഗിയുണ്ട് കാണാന്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം മനസ്സിലാവും നിങ്ങൾക്ക് ഇത് എത്രത്തോളം സോഫ്റ്റ് ആണ് എന്നുള്ളത് കേട്ടാ. നമ്മള് മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോ മക്കൾക്ക് പ്രത്യേകിച്ച് ഋതുവിനെ പോലുള്ള മക്കളൊക്കെ എത്ര കിട്ടിയാലും കേക്ക് തികയൂലല്ലേ? കണ്ടില്ലേ? ഞാൻ കാണിച്ചില്ല. നിങ്ങൾ നോക്കിയാണ് എന്താ ഭംഗി. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഞാൻ അങ്ങനെ നെക്കി കണ്ടില്ലേ? വെക്കുമ്പോ തന്നെ നിങ്ങൾ കാണില്ല, നിങ്ങൾ വീഡിയോയില് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാ നല്ലോണം സോഫ്റ്റ് ആണ്. പിന്നെ ഇത് നിങ്ങൾ എങ്ങനെയെന്നറിയോ? നമ്മള് മക്കള് വൈകുന്നേരം വരുമ്പോഴേക്കും ഒരു രാവിലെ തന്നെ കേക്ക് ഉണ്ടാക്കി വെക്കാം. ഇത് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചു. പക്ഷെ എന്താ അറിയോ, ഋതുവിന് കാണിച്ചു കൊടുത്തിട്ടില്ല. ഓക്ക് മുട്ടന്റെ ടേസ്റ്റ് ഒന്നും കുഴപ്പമില്ല, ഓക്ക് കേക്കായാ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓള് സ്കൂളിൽ പോകുന്ന സമയത്ത് പിന്നെ ഇത് കണ്ടാൽ പിന്നെ വേറൊരു ഫുഡ് ഓള് കഴിക്കൂല. പിന്നെ ഓള് സ്കൂളിൽ പോയി അവിടുന്ന് സ്കൂളിൽ പഠിക്കാനൊന്നും ഒരു മൈൻഡ് ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ കേക്കൊക്കെ തിന്ന് പോയാല്. അപ്പൊ വിചാരിച്ചാണ് ഒളിപ്പിച്ച് വെച്ചത്. രാവിലെ ഉണ്ടാക്കിയാണ്. ഓള് മദ്രസക്ക് പോയ സമയത്ത് വേഗം കേക്ക് ഉണ്ടാക്കി. അങ്ങനെ കേക്ക് ഉണ്ടാക്കി എന്താ അറിയോ, അത് പിന്നെ ഒരു 5-6 മണിക്കൂറോളം ഇങ്ങനെ നിന്ന് ഓള് സ്കൂളിട്ടൊക്കെ വരുമ്പോഴേക്കും ആ ഒരു കേക്ക് നല്ല ആ ഒരു മുട്ടന്റെ സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാന്. അതിൽ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആ മുട്ടന്റെ ടേസ്റ്റ് ഉണ്ടാവും. മുട്ട ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഏലക്കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് എത്ര നമ്മള് കേക്ക് പഴക്കമാണത്തോളം നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. കണ്ടില്ലേ? ബാക്ക് ഭാഗം ഒന്നും കരിഞ്ഞു പോവുക ഒന്നും ചെയ്തിട്ടില്ല. നല്ല അടിപൊളി കേക്കാണ്. അപ്പൊ ഈ ഒരു കേക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി നിങ്ങൾ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് ചെയ്തിരിക്കട്ടാ. നിങ്ങളെ ലൈക്കാണ് മറ്റുള്ളവർക്ക് പ്രചോദനമാവണത്. നിങ്ങളെ ലൈക്ക് കാണുമ്പോഴും അതുപോലെ തന്നെ നിങ്ങളെ നല്ല പോസിറ്റീവ് കമന്റ് ഒക്കെ കാണുമ്പോൾ തന്നെ ആളുകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇതിങ്ങനെ ചെയ്ത് നോക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇതാ നമ്മളെ വീഡിയോ ഇതാട്ടോ. അപ്പൊ നിങ്ങള് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം നമ്മളെ പോലത്തെ സാധാരണക്കാർക്കൊക്കെ എപ്പോഴൊന്നും മൈദ അതുപോലെ തന്നെ എല്ലാം ഒന്നും ഉണ്ടാവൂല. പ്രത്യേകിച്ച് ഇനി മുട്ടന്റെ അളവിന് പകരം പാലോ ചുടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ ഇനിയിപ്പോ മുട്ട ഒന്നാണെങ്കിലും ബാക്കിയുള്ള 2 അളവിൽ ചുടുവെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനൊക്കെ ചെയ്യാം. അപ്പൊ ഇതുപോലുള്ള സിമ്പിൾ വെറൈറ്റി റെസിപ്പീസ് ഒക്കെ നമ്മളെ വീഡിയോയില് ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് നിൽക്കുക. അപ്പൊ അതിൽ ഓൾന്നും കൂടെ വന്നാൽ ഇതുപോലുള്ള സിമ്പിളൊക്കെ നിങ്ങളെ ഫോണിന്റെ നടുവിലാണ്ട് വന്ന് നിൽക്കും ചെയ്യും. അപ്പൊ ഇതാട്ടാ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അപ്പൊ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേട്ടാ. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരെയും നിങ്ങളെ കൂട്ടത്തിക്കും കുടുംബത്തിക്കും നിങ്ങളെ ഫ്രണ്ട്സിക്കും ഒക്കെ ഒന്ന് ഗ്രൂപ്പിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. അസ്സലാമലൈക്കും.